ഹലോ ഗായ്സ്, നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. ഫസ്റ്റ് തന്നെ നമുക്കൊരു ടോണർ അപ്ലൈ ചെയ്യാം. രണ്ടോ മൂന്നോ വട്ടം ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പാറ്റ് ചെയ്ത് കൊടുക്കണം. സ്കിന്നിൽ ജസ്റ്റ് ഒന്ന് അബ്സോർബ് ചെയ്യാനുള്ള ടൈം കൊടുക്കണം. ഇത് ശരിക്കും ഞാൻ യൂസ് ചെയ്യുന്ന എൻ്റെ മുഖത്ത് മൊത്തം കുഴികളാണ്. ആ കുഴികൾ അടയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടോ ഞാൻ പറയാം. നെക്സ്റ്റ് മോയ്സ്ചറൈസർ. ഇത് ഞാൻ അറൗണ്ട് 4 years ആയിട്ട് ഈ സെയിം മോയ്സ്ചറൈസർ തന്നെ യൂസ് ചെയ്യുന്നത്. എനിക്ക് നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ പണ്ടൊക്കെ എൻ്റെ ഫേസിൽ കുരു എന്ന് വെച്ചാൽ നല്ല കുരുക്കളായിരുന്നു. ദിവസം ഓരോന്നിങ്ങനെ വന്നുകൊണ്ടിരിക്കും, അമ്മാതിരി കുരുക്കളായിരുന്നു. പക്ഷേ ഇത് തേച്ച് തുടങ്ങിയ പിന്നെ എനിക്ക് അതിന് മാത്രം കുരുക്കൾ വന്നിട്ടില്ല. പിന്നെ ആൾക്കാർ പിന്നെ കാണാറുള്ളവർ പറഞ്ഞിട്ടുണ്ട് കുരു കുറവുണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് സൺസ്ക്രീൻ. ഈ ചൂടത്ത് എന്തായാലും ഇത് മസ്റ്റ് ഐറ്റമാണ്. സോ ജസ്റ്റ് അപ്ലൈ ഇറ്റ്. നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക. വൈറ്റ് കാസ്റ്റ് ഇല്ല എന്നാണ് എൻ്റെ വിശ്വാസം. ഇതുവരെ അങ്ങനെ തോന്നിയിട്ടില്ല. പിന്നെ നമുക്കൊരു കുഞ്ഞ് പൊട്ടുകട. അല്ലാണ്ട് കണ്ണെഴുതാനുള്ള കഴിവ് എനിക്കില്ല. ഞാൻ എഴുതും, പക്ഷെ അതൊരിക്കലും ശരിയാവാറില്ല. അതുകൊണ്ട് ഞാൻ ആ ഇതിലേക്ക് പോയില്ല. അപ്പുറത്തെ ചേച്ചി കുഞ്ഞും വന്നിരുന്നുണ്ട്, അവരോടായിരുന്നു അത്. ഇതെന്തിനാന്ന് വെച്ചാൽ എൻ്റെ പിരികത്തിന് അറ്റത്ത് രണ്ടും കട്ടിയില്ല, ജസ്റ്റ് 2-3 മുടി. അപ്പോൾ അതൊന്ന് നികത്താൻ വേണ്ടിയിട്ട് ഇപ്പോൾ അത് അപ്ലൈ ചെയ്തത്. എന്നിട്ടാണ് അത് മൊത്തത്തിൽ നിന്ന് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഇങ്ങനെയും ചെയ്തത്. ഓക്കെ, ഇപ്പോൾ കുറച്ച് കട്ടിയൊക്കെ തോന്നുന്നുണ്ട് അറ്റത്തോട്ടും. ഓക്കെ, നെക്സ്റ്റാണ് നമ്മുടെ ലിപ്പ് ലൈനർ. എനിക്ക് ലിപ്പ് ലൈനർ ഇടാൻ ഭയങ്കര താല്പര്യമാണ്. കറക്റ്റ് ബോർഡിൽ തന്നെ ഇട്ട്. അതൊരു ബ്രൗൺ ഷെയ്ഡാണ്. നെക്സ്റ്റ് ലിപ്സ്റ്റിക് ആണെങ്കിൽ ഒരു ക്യാരമൽ ഫഡ്ജ്, അതാ ഷെയ്ഡ്. അത് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. എനിക്ക് കൈ കൊണ്ടാണെങ്കിൽ തേച്ച് ശീലമുണ്ട്. ചുണ്ടും കൊണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ കൈ കൊണ്ടാക്കിയാലും എനിക്ക് സമാധാനം കിട്ടത്തില്ല. അതുകൊണ്ട് കൈ കൊണ്ടും അങ്ങനെ നന്നായിട്ടാക്കി കൊടുക്കും. അല്ലാണ്ട് സ്റ്റിക്ക് വെച്ച് ഫുള്ളാക്കിയാൽ മതി, അങ്ങനെ വരും. പക്ഷേ എനിക്ക് ആ സ്റ്റിക്ക് അങ്ങനെ ഇട്ട് വരയ്ക്കുന്നതിനോട് വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഞാനെൻ്റെ വിരലും വെച്ച് തന്നെ ഉള്ളി തേച്ച് കൊടുക്കും. ഓക്കെ, ഇപ്പം എല്ലാ സൈഡും ഈക്വലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പം തന്നെ മുഖത്തിന് ഒരു ചെറിയ ബ്രൈറ്റായിട്ട് ഫീൽ ഉണ്ട്. വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല, ഇത്രയേ ഉള്ളൂ. ലിപ്സ്റ്റിക്കാണ് മെയിൻ. ഓക്കെ, ആ സമയത്ത് നമ്മുടെ ഒരാൾ ആ വീഡിയോൻ്റെ സൈഡിൽ കൂടെ കയറി വന്നിട്ടുണ്ട്. എൻ്റെ ഐലൈനറൊക്കെയാണ് കയ്യിലിരിക്കുന്നത്. അപ്പുറത്തെ കയ്യിൽ എൻ്റെ ഒരു മസ്കാര ഇരിപ്പുണ്ടായിരുന്നു ഇത്ര നേരം. ഇനി ഇതൊന്നും നടക്കില്ല. അതുകൊണ്ട് നമുക്ക് ഇവിടെ വെച്ച് ഈ വീഡിയോ നിർത്താം. വേറെ എന്തെങ്കിലും ഇനി നമുക്ക് മുടിയും കൂടെ കെട്ടാനുണ്ട്. മുടി ഞാൻ വലിയ കാര്യത്തിൽ എന്തൊക്കെയോ കെട്ടണമെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഇവനിപ്പോൾ മടിയിലിരിപ്പുണ്ട്. അതുകൊണ്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് ആ കമ്മലൂടെ ഇട്ടു. സിമ്പിളായിട്ടൊരു കുഞ്ഞു പേൾ പോലത്തെ കമ്മൽ. സുന്ദരിയായിട്ടുണ്ട്. നമുക്ക് മുടിയൊക്കെ ഒന്ന് ചീവിയിട്ട് അവനെന്തോ കൊടുക്കുക. ഇതിപ്പോൾ ഇങ്ങനെ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ചൂടുണ്ട്. ഇപ്പം ഞാൻ ഓഫീസിലാണെങ്കിലും എവിടെ പോവുകയാണെങ്കിലും ഇപ്പോൾ ഈ ഒരു കെട്ടലേ കെട്ടും. അത്രയും മുടി പോലും ഇങ്ങനെ തുറന്നിടാറില്ല. ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്ക് വേണ്ടി, ഒരു ഭംഗിക്ക് വേണ്ടി ഇപ്പോൾ തുറന്നിട്ടതാ. അല്ലെങ്കിൽ അതും ഞാൻ വട്ടത്തിൽ കെട്ടി വെക്കും. ഇതാണ് സുഖം. നമ്മുടെ കംഫർട്ടാണല്ലോ ഇമ്പോർട്ടൻ്റ്, നമ്മുടെ ആ ഒരു ഇതിനെക്കാട്ടിലും. ഇതാണ് എൻ്റെ ബെക്കു ബേബി. നമ്മുടെ 2 ബേബീസും ഞാൻ വീഡിയോ എടുത്തപ്പോൾ അപ്പുറത്തും ഇപ്പുറത്തും വന്നിരുന്നത്. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്, നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.